ഈ പള്ളിക്കൊരു ചരിത്രമുണ്ട്. കേരള ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടം. 8-ാം നൂറ്റാണ്ടിലെ മൈലക്കുമ്പ്, മുതലക്കോടം പ്രദേശങ്ങൾ വിദേശത്തേക്ക് സുഗന്ധദ്രവ്യങ്ങളും തടികളും കയറ്റി അയച്ചിരുന്ന പഴയ കീഴ്മലൈനാട്. കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അന്ന് പ്രഭുസ്ത്രീകൾ പള്ളിയിൽ പുൽപ്പായ വിരിച്ചു മുട്ടുകുത്തിയാണ് കുർബാന കണ്ടിരുന്നത്. ഒരിക്കൽ മൈലക്കൊമ്പ് പള്ളിയിൽ വെച്ച് മറ്റത്തിൽ മുത്തിയുടെ ദാസിയും കുന്നുംപുറത്ത് മുത്തിയുടെ ദാസിയും തമ്മിൽ പുൽപ്പായ വിരിക്കുന്നതിനെ ചൊല്ലി വലിയൊരു തർക്കമുണ്ടായി. ആനവാതുക്കൽ വെച്ച് തർക്കിച്ചവർ പുറത്തു പോകാൻ വൈദികൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അപമാനിതയായ മറ്റത്തിൽ മുത്തി പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി. തടി വ്യാപാരിയായിരുന്ന ഭർത്താവിനൊപ്പം അവർ 12 മൃഗങ്ങളുടെ പുറത്ത് തങ്ങളുടെ സമ്പാദ്യങ്ങൾ കയറ്റി മുതലക്കോടത്തേക്ക് തിരിച്ചു. അവിടെ സ്വന്തമായൊരു ദേവാലയം നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. പണി പൂർത്തിയായ ആ പുതിയ പള്ളിയിൽ ഉയിർപ്പ് ഞായറാഴ്ച